ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് നിങ്ങളെല്ലാവരും വിശേഷമൊക്കെ? നമ്മളിതവിടെ ചെറിയ മുളക്കേ എന്താ 2 ദിവസം അയക്കണ വയറ്റിന്ന് പോലും തുടങ്ങിയിട്ട് കേട്ടോ. അപ്പം ഉമ്മ അങ്ങനെ ചെയ്യലുണ്ട്, മക്കൾക്കൊക്കെ മൂത്ത മക്കൾക്കൊക്കെ ഇങ്ങനെ ചെയ്യലുണ്ടായിരുന്നു. കുടൽ മറിഞ്ഞതാണ് വെച്ചിട്ട് പിന്നെ ഞാൻ മോളൊന്ന് എടുത്ത് പൊക്കിയിട്ട് ഇങ്ങനെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് വയറ്റി നോക്ക് വന്നിട്ട് 2 ദിവസമായിട്ടുണ്ടായിരുന്നു, തീരെ മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. പേപ്പറല്ല, നമ്മൾ തുണി വെള്ളം മടക്കിയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞിട്ട് നമ്മളൊരു അങ്ങനെ ഓട്ടയിൽ ഇങ്ങനെ കുത്തിവെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്താണ് കുടൽ മറിഞ്ഞതാണെങ്കിൽ ഇങ്ങനെ നല്ല ആളിക്കത്തും. അതാണിപ്പോൾ കത്തുന്നത്, നല്ല ആളിക്കത്തുന്നുണ്ട്. വെള്ളമെടുത്ത് കുടയണ്ടേ? ആട്ടി വീശിക്കോ. കുടലി ചുരുളണ മാതിരി കുടലി പിന്നെ രാവിലെ നമ്മളിപ്പോൾ അതാണ് കേട്ടോ ചെയ്തത്. പിന്നെ അതാ മക്കൾ മദ്രസയൊക്കെ പോകാനും വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ മക്കളുടെ ഉപ്പാക്ക് ഇപ്പോൾ പണിയില്ല കേട്ടോ. പണി ഇല്ല എന്ന് പറഞ്ഞാൽ പോയിരുന്ന തൃത്താല ചിക്കൻ കടയ്ക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇപ്പോൾ ഒഴിവായിട്ടുണ്ട് കേട്ടോ. അവിടെ കുറച്ചധികം കടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കോഴിക്കച്ചവടത്തിൽ നഷ്ടം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കടയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന്. ഇപ്പോൾ വേറെ കട മേഘത്തൂർ നോക്കിയിട്ടുണ്ട്, അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ കൂലി വളരെ കുറവാണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്നറിയില്ല. പിന്നെ നമ്മൾ ദോശ ചുടാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തലേ ദിവസത്തെ മീൻകറി ആദ്യം തന്നെ ചൂടാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് മീൻകറി തന്നെയാണ്. കുറച്ച് ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളിങ്ങനെ ഇടുന്നത് വീഡിയോ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലായിരുന്നല്ലോ, എൻ്റെ വീട്ടിലേക്ക് പോയിക്കായിരുന്നു. അനിയൻ്റെ നിശ്ചയമൊക്കെ ആയിരുന്നു, അപ്പോൾ അങ്ങോട്ട് പോയിക്കായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസമായി ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ പറയണം. എന്നെക്കൊണ്ട് പറ്റണമൊക്കെ ഞാൻ വീഡിയോയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് പൊടിയാക്കിക്കുക. ഉള്ളിലൊതിച്ചൊരു മോഹമില്ല കളത്തിറങ്ങിയ തുള്ളിതേര കണ്ട നേരം കുന്തതായി പൂവിനുമായി മഴ കൈത്തപ്പെന്നാക് എന്നിത്തോടാ മഴ കൈത്തപ്പെന്നാക് എന്നിത്തോടാ
കുട്ടികളും ഇത് അവരെ പട വണ്ടിയുമ്പോൾ കയറി കളിക്കാൻ കേട്ടോ. അപ്പോൾ ഇതിലാണ് പണിക്ക് പോയിരുന്നു നോക്കാം. അപ്പോൾ ഈ വണ്ടിയൊക്കെ കേടന്നിട്ട് കിടക്കുകയാണ് കേട്ടോ. എന്തോ ഓയിലില്ലായിട്ട് എന്തോ വണ്ടി ഓടിച്ചിട്ട് ആകെ കത്തിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വണ്ടി തീരെ ഷാർട്ടാവണമൊന്നുമില്ല. ഇനിയിപ്പോൾ അതിന്മേൽ കുറേ പണി ഉണ്ടാവും കേട്ടോ. അപ്പോൾ മോനും മോളും കൂടിയിട്ട് വണ്ടിയുമ്പോൾ കളിക്കുകയാണ്. വണ്ടി തിരിച്ചിട്ടും മറിച്ചിട്ടൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടി ബാലവാടിക്ക് പോകണില്ല കേട്ടോ. അപ്പോൾ ഓനൊന്ന് ലീവാണ്. ഓൻ പോകുന്നുണ്ടെങ്കിൽ പിന്നെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഒന്നരാടായിക്കണം ഇപ്പോൾ പോക്കൊക്കെ. പിന്നെന്താ പാട്ട് പാടിക്ക. വണ്ടി കേടന്ന് പറയും. തുപ്പ് പോയാ പിന്നെ ഓൻ പണിയെടുക്കുകയാണ് കേട്ടോ. വണ്ടിമേലൊക്കെ വണ്ടി കഴുകി കൊടുക്കുകയാണ്. എൻ്റെ വിചാരം വണ്ടിമ്മ കറങ്ങാൻ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. വണ്ടി കേടം നിൽക്കണമെന്നൊക്കെ എനിക്കറിയാം. എന്നാലും മുദ്ദിട്ടെങ്കിലും കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഇപ്പോൾ അവൻ്റെ വിചാരം. അപ്പോൾ അതൊക്കെ കഴുകി നേരാക്കി വെക്കുകയാണ്. ഒന്നുമില്ല. പൊന്തൂലേ പൊന്തൂല പൊന്തൂല പറഞ്ഞില്ലേ. പൊന്തൂല.
രാവിലെ ഇറങ്ങിയത് തന്നെയാണ് കേട്ടോ കുട്ടികൾ. മുറ്റത്തേക്ക് ഇതുവരെ അകത്തേക്കൊന്നും കയറിയിട്ടില്ല. അപ്പോൾ അതാ വീട്ടിൽ നമ്മൾ അടുക്കളയത്തെ ദോശ ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ ചോറിന് വെള്ളം കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് സ്കൂൾക്ക് എന്തെങ്കിലും ചോറ് പിന്നെ സ്കൂളിൽ നിന്ന് വാങ്ങും. അപ്പോൾ എന്തെങ്കിലും കൂട്ടാൻ കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഉരുളൻകിഴങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതൊന്ന് പൊരിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് നിന്നിട്ടോ ഞാൻ. അപ്പോൾ അവൾ ഇവിടെ മുറ്റത്ത് ഇറങ്ങിയിട്ട് ഭയങ്കര കളി കഴിയണമില്ല. ചളിയിലും മണ്ണിലൊക്കെ കളിച്ചിട്ട് ചളി വെള്ളത്തിലൊക്കെ കൈയിട്ട് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളെ ഞാൻ ഒരു വടി എടുത്തിട്ടൊന്ന് ആട്ടിയതാണ്. പിന്നെ കൈ കഴുകാൻ വെള്ളമൊക്കെ കൊടുത്ത്. അങ്ങനെയൊന്നും കഴുകിയാൽ പോരാ, നല്ല കഴുകണം. എന്നാലും വെറുതെ ഒന്ന് കുറച്ച് നേരം ആ വെള്ളത്തിലൊക്കെ ഇരുന്ന് കളിക്കായിരുന്നു. ഓൾ അതിലൊക്കെ നടക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ തന്നെ ആ ഭാഗത്തൊന്നും തീരെ വൃത്തിയില്ലാണ്ടായി. അവൻ്റെ വണ്ടി കഴുകൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്നലെ തിരുമ്പിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അയൽമ കൊണ്ടുപോയി ഉണക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടോ എന്ന് അറിയിക്കണം കേട്ടോ. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. മഞ്ഞാ ഇപ്പം അത് അയച്ചിടാം. നീ കുളിച്ചിട്ടേ വേറെ ഡ്രസ് ഇടാം. കളിയായാ കുടുക്കയച്ചാളാ. അപ്പോൾ മോൻ്റെ വണ്ടി കഴുകലൊക്കെ കഴിഞ്ഞിട്ട് അവൻ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അവൻ അങ്ങനെ കഴുകി ഇങ്ങനെ കഴുകി എൻ്റെ ഡ്രസ്സ് നനഞ്ഞ് ചെടി നനഞ്ഞ് എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഞാനിതാ ഉരുളൻകിഴങ്ങ് 2 എടുത്തിട്ട് അത് നേരാക്കാനും വേണ്ടിയിട്ട് നിന്നിട്ടോ. അത് ശകലം മുളക് ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാൻ. ഒന്നും കുടിയിന്ന് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഒരു പച്ചച്ചോറ് എടുത്തിട്ട് തിന്നും. സ്കൂളത്തെ സാമ്പാർ വാങ്ങാണ്ട് വെറും ചോറ് മാത്രം തിന്നു കേട്ടോ. ടീച്ചർ ഒരു ദിവസം വിളിച്ച് പറഞ്ഞായിരുന്നു തീരെ കറി വാങ്ങണില്ല. ചെറിയ മോൾ കേട്ടോ, തീരെ കറി വാങ്ങണില്ല എന്ന് പറയും. പിന്നെ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ചട്ടിയൊക്കെ ഒന്ന് മാറ്റാൻ. ചട്ടി മാറ്റാൻ പറഞ്ഞാൽ വേറൊരു ചട്ടിയും കൂടി ഉണ്ട്, ഉള്ള വെളുത്തൊരു ചട്ടി ഉണ്ട്. പക്ഷേ ഈ ചട്ടി ഒന്ന് മാറ്റാൻ ഇവിടെ ഉമ്മ സമ്മതിക്കൂല കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ആ ചട്ടിയിലും വെക്കും, ഈ ചട്ടിയിലൊക്കെ വെക്കും. അങ്ങനെയൊക്കെ ഇങ്ങനെ പോകണം. പേജ് കഴിഞ്ഞോ? എന്താ ടാഗ് കിട്ടാത്ത? സ്കൂൾക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ആക്കി വെച്ചോളെടുത്ത് തിന്നിട്ട് ഓടുകയാണ് കേട്ടോ. അപ്പം മേലെ എഴുകാനും വേണ്ടിയിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ സ്കൂൾക്ക് യൂണിഫോമൊക്കെ മാറ്റാൻ. അപ്പോൾ സ്കൂളത്തെ ബുക്കിൻ്റെ പേജൊക്കെ കഴിഞ്ഞിരിക്കണം. 2 ബുക്ക് വാങ്ങാൻ പൈസ വെച്ചിട്ട് കൊഞ്ചാണ് കേട്ടോ. പിന്നെ അവർ മേലെ എഴുകാൻ പോയിട്ടുണ്ട്. പിന്നെ അവർക്ക് ഞാൻ ദോശ എടുത്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിക്ക് മീൻചാറാണ് കേട്ടോ. മക്കൾ ചായ കുടിക്കാതിരുന്നുണ്ട്. മറ്റേ മൂത്ത മോൾ അവിടെ സനമോൾ നാട്ടുള്ള പേര് ഫാത്തിമ സന. അപ്പോൾ അവൾ 2 ബുക്ക് എടുത്തേക്കാണ്. ഞാൻ ടൈം ടേബിൾ പറഞ്ഞു കൊടുക്കും, മോള് പുസ്തകം അങ്ങനെ വെക്കൂട്ടാം. അപ്പോൾ അത് ചെറിയ മോള് അങ്ങനെ ഫുള്ളായിട്ട് വായത്തിനൊന്നുമില്ല, ഞാൻ വാരി കൊടുക്കണം. പിന്നെ ഓള് ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഓള് ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്ന്. പിന്നെ 2 പോയിട്ടോ, സ്കൂൾക്ക് പോയി.
അവരൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ഞാനും ചായയൊക്കെ കുടിച്ചു. ഈ കുഞ്ഞു വീട്ടിലെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിലത്തെ സാധാരണ ജീവിതം. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.